പ്രിയമുള്ള സുഹൃത്തുക്കളെ, പുതുവത്സര ആശംസകൾ അല്പം വൈകിയാണെങ്കിൽ തന്നെയും നേരാൻ ഒരു ഭാഗ്യമുണ്ടാകുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ ഡിസംബർ 31 വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ വർഷവും ജനുവരി 1 ആകുന്നവരെയും ഉറക്കളിച്ച് കാത്തിരുന്ന് ആ പുതുവർഷം ആഘോഷിക്കുന്ന ഒരു സ്വഭാവക്കാരനാണ് കഴിഞ്ഞ 50 വർഷമായിട്ട്. ഓരോ വർഷവും കടന്നു പോകുമ്പോഴും ഓരോ ഡിസംബർ 31 പാതിരാത്രി കടന്നു പോകുമ്പോഴും ഞാൻ ഒരു വലിയ ഒരു മഹാസംഭവം നടന്നതായിട്ടാണ് എനിക്ക് തോന്നുക. കാരണം ഇത്രയും കാലം ജീവിച്ചിരിക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു കാര്യം. ദൈവത്തെപ്പറ്റി അത്രമാത്രം വലിയ ഒരു സങ്കല്പമാണോ എനിക്ക് എന്ന് ചോദിച്ചേക്കാം. പക്ഷേ ദൈവത്തെപ്പറ്റി അല്ല എങ്കിൽ പിന്നെ നമുക്ക് എന്ത് സങ്കല്പമുള്ളത്? ഈ ഭൂമിയിൽ എത്രയോ ആയിരക്കണക്കിന് ജീവികളുണ്ട്. എല്ലാ ജീവികൾക്കും ജീവൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മനുഷ്യ സമൂഹത്തിന് വളരെയധികം വിലപ്പെട്ട ഒന്നായിട്ടാണ് ജീവിതത്തെ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് നാം ഒരു സമൂഹ ജീവിയായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് നാം വിദ്യാഭ്യാസം ചെയ്യുന്നത്, നാം പല കാര്യങ്ങളിലും ഗവേഷണം നടത്തുന്നത്. ഇതൊക്കെ വരുന്ന തലമുറയ്ക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു സംസ്കാരത്തിൻ്റെ ഒരു മാറ്റത്തിന് വേണ്ടിയാണ്. ഇതൊക്കെ നാം ഏതെങ്കിലും ഒരു സമയബിന്ദുവിൽ കേന്ദ്രീകരിച്ചാണ് നടത്തുക. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു പോകുന്ന ഓരോ ഡിസംബർ 31 രാത്രി 12 മണികളും ഒരു പ്രധാനപ്പെട്ട കാലബിന്ദുവാണ്. അപ്പോൾ 12 മണി കഴിയുമ്പോൾ തീർച്ചയായും എൻ്റെ മനസ്സ് വളരെയധികം ആഹ്ലാദപ്പെടാറുണ്ട്. ഭഗവാനെ, ഞാൻ ഒരു കൊല്ലം കൂടി മുമ്പോട്ട് തള്ളി നിൽക്കിയല്ലോ എന്ന്. കാരണം ഞാൻ ജീവിതത്തെ അത്ര കണ്ട് സ്നേഹിക്കുന്നു. മരണം എന്ന് പറയുന്നത് നിശ്ചയമാണ്. ഈ മരണം എന്നുള്ളത് നിശ്ചയമാണ് എന്ന് ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ ഈ കാലബിന്ദുവിൽ നിന്നുകൊണ്ടാണ്. അത് നിശ്ചയമൊന്നുമല്ല. പക്ഷേ നമ്മെപ്പോലെയുള്ള എന്നെപ്പോലെയുള്ള പ്രായമായ ആൾക്കാർക്ക് പ്രതീക്ഷിക്കാൻ വകയില്ല എന്നൊഴിച്ചു കഴിഞ്ഞാൽ മരണം എന്നുള്ള പറയുന്നത് ഒരു അപ്രധാനപ്പെട്ട കാര്യമാണ്. വരാൻ പോകുന്ന കാലത്തിൽ മരണം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇച്ഛയ്ക്കൊത്തുള്ള മരണമായിരിക്കും എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഞാൻ ശാസ്ത്രത്തിൽ വളരെയധികം വിശ്വസിക്കുന്ന ആളാണ്. ഇന്ന് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിനെ പറ്റി കഴിഞ്ഞ 25 വർഷത്തിന് മുമ്പ് ആരും ചിന്തിച്ചിരുന്നില്ല. പക്ഷേ ശാസ്ത്രജ്ഞർ, സങ്കല്പശേഷിയുള്ളവർ അവരങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു അങ്ങനെ ഒന്ന് ഉണ്ടാകാമെന്ന്. 1845 ഒരു മഹാൻ പറഞ്ഞു, ഭൂമിയുടെ മുകൾഭാഗത്തായിട്ട് അന്തരീക്ഷത്തിൽ പറന്നു പോകുന്ന സാറ്റലൈറ്റുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഈസിയാകുമെന്ന്. അപ്പോൾ അദ്ദേഹം ആ അഭിപ്രായം പറഞ്ഞപ്പോൾ ലോകത്തിലുള്ള ശാസ്ത്രജ്ഞന്മാർ പോലും അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല, അത് വെറും ഭാവനയാണ് എന്ന് പറഞ്ഞു. പക്ഷേ അധികം കാലം എടുത്തില്ല, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ യാഥാർത്ഥ്യമായി. ഇന്ന് സാറ്റലൈറ്റ് ഇല്ലാത്തൊരു കാര്യത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കാനാവില്ല. ഒരു കാലത്ത് TB എന്ന് പറയുന്ന ക്ഷയരോഗം എന്ന് പറയുന്നത് ഒരു മഹാരോഗമായിരുന്നു. ഇന്ന് ക്ഷയരോഗം ഒരു രോഗമേ അല്ല, ഇന്ന് എയ്ഡ്സ് രോഗമാണ്. നാളെ എയ്ഡ്സ് ആയിരിക്കില്ല. അപ്പം ഭാവിയിൽ വലിയ വലിയ മഹാസംഭവങ്ങൾ നടക്കാൻ പോകുന്ന ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഇതിൽ എന്തൊക്കെ സംഭവങ്ങളാണ് ആസ്വദിക്കാൻ കഴിയുക എന്നുള്ളത് നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് മാത്രമേ അത് അനുഭവിക്കാൻ ഭാഗ്യമുണ്ടാവുള്ളൂ. എന്തായാലും വരാൻ പോകുന്ന കാലങ്ങൾ അത്ഭുതം നിറഞ്ഞൊരു കാലത്തിലൂടെയാണ് ലോകം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് മക്കളുണ്ടായപ്പോൾ എൻ്റെ ധാരണ അവർക്ക് ഭാവിയിൽ ഈ കേരളത്തിലൊന്നും ആയിരിക്കില്ല ജീവിക്കുക. ഒരുപക്ഷെ അമേരിക്കയിലെ നാസയിലോ അതേമാതിരിയുള്ള വലിയ ഗവേഷണ കേന്ദ്രങ്ങളിലോ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങളൊക്കെ ആയിരിക്കും എൻ്റെ മക്കളൊക്കെ ജോലി ചെയ്യുക എന്നൊക്കെ ആയിരുന്നൊരു സങ്കല്പം. എൻ്റെ സങ്കല്പത്തിനൊത്ത് എൻ്റെ മക്കൾക്ക് വളരാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെയും എൻ്റെ മക്കളുടെ പ്രായമുള്ള എത്രയോ പേര് നാസയിലും അതേമാതിരിയുള്ള മറ്റ് റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നു, സാധ്യമായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ പറയാനുള്ളത്, ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന കൊച്ചുകുട്ടികൾ അവരൊക്കെ ഭാവിയിൽ ഗവേഷണം നടത്താൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന സ്ഥലം
ചൊവ്വ ആയിരിക്കാം, ഒരു പക്ഷേ ചന്ദ്രനായിരിക്കാം. ഇതൊക്കെ ഇപ്പോൾ പറയുമ്പോൾ ഒരു സാങ്കല്പികമാണെന്ന് ചിലർക്ക് തോന്നിയേക്കാം. പക്ഷെ അങ്ങനെയല്ല, യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പുതുവത്സര ആശംസകളുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓരോ വർഷം കടന്നു പോകുമ്പോഴും ഞാൻ വളരെയധികം ആഹ്ലാദം കൊള്ളുന്നതിൻ്റെ കാരണം എനിക്ക് അത്രയും കൂടി ജീവിക്കാൻ കഴിഞ്ഞല്ലോ എന്ന് ഓർത്തിട്ടാണ്. പക്ഷേ വരും കാലങ്ങളിൽ അങ്ങനെ ഒരു ചിന്തയ്ക്ക് ഒരു പ്രസക്തിയും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വിശാലമായ അർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ കണക്കാക്കുമ്പോൾ ഈ രാത്രിയും പകലും വർഷം മാറുന്നുവെന്നും ഒരു പ്രസക്തമായ കാര്യങ്ങളല്ല. ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നു, സൂര്യനെ കറങ്ങുന്നു, ദിനരാത്രങ്ങൾ ഉണ്ടാകുന്നു. ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണെങ്കിൽ പോലും ഈ പ്രപഞ്ചത്തിൻ്റെ വിഹായത്തിലുള്ള അനന്തമായ വസ്തുക്കളൊക്കെ ആയിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇതൊക്കെ നിസ്സാരപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ആ കാര്യത്തെപ്പറ്റിയൊന്നും നമുക്കിപ്പോൾ ചിന്തിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം നാം അതിൻ്റെ ഒന്നും പരിധിയിൽ പെടുന്നില്ല, അതിനെല്ലാം പുറത്താണ് നാം. നമ്മുടെയൊക്കെ പൊതുവെയുള്ള മനസ്സ് ആ രീതിയിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇതുമാകട്ടെ. അപ്പോൾ നമ്മുടെ ജീവിതം വളരെ വിലപ്പെട്ടതാണ്. ഓരോ വർഷം കടന്നു പോകുന്നതും വളരെ ഭാഗ്യമുള്ള ദിവസങ്ങളാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ 70 വർഷങ്ങൾ കടന്നുപോയി എന്ന് ഓർക്കുമ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ അല്പം അത്ഭുതം തോന്നുന്നുണ്ട്. ഞാൻ ഹൈസ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ ധാരണ ഒരു പക്ഷേ 60 വർഷം കടന്നു പോകാൻ കഴിഞ്ഞേക്കുമായിരിക്കും. അന്നത്തെ ആവറേജ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 60-നൊക്കെ താഴെയാണ്. അപ്പോൾ 60 വർഷമൊക്കെ കഴിഞ്ഞു പോയാൽ ഭാഗ്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ 60 കഴിഞ്ഞ് 70 കഴിഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഒരു 100 കടന്നു പോകാൻ പാടുള്ളൊന്നുമില്ല ഉണ്ടോയെന്നാണ്. എനിക്ക് പ്രഷറുണ്ട്, ഷുഗറുണ്ട്, മറ്റ് പല കാര്യങ്ങളും എനിക്കുണ്ട്. പക്ഷെ എങ്കിൽ തന്നെയും ഞാൻ ഇപ്പോഴും വളരെ ഓപ്റ്റിമിസ്റ്റാണ്. കാരണം ആ മാതിരി നമ്മുടെ മെഡിക്കൽ സയൻസൊക്കെ വളർന്നുകൊണ്ടിരിക്കുക. ഒരു സുപ്രഭാതത്തിൽ എന്തെങ്കിലും എന്നല്ല, ധാരാളം ലാബോറട്ടറികൾ ഈ നാനോ ടെക്നോളജിയും മറ്റു കോശമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ധാരാളം ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. എവിടെയെങ്കിലും ഒരു കുറി അടിച്ചാൽ മതി മനുഷ്യൻ രോഗത്തിൽ നിന്നും മുക്തനാകാനായിട്ട്. രോഗവിമുക്തനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണത്തിനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ്. ഇത് ഞാൻ പറയുമ്പോൾ ഇത് ഭ്രാന്താണെന്നൊക്കെ തോന്നാം. പക്ഷേ കൊച്ചു കുട്ടികൾക്ക് അത് ഭ്രാന്തായിട്ട് തോന്നുകയില്ല. കാരണം എൻ്റെ ധാരണ ശരിയാണെങ്കിൽ, വിശ്വാസം ശരിയാണെങ്കിൽ ഈ ഇരിക്കുന്ന കൊച്ചു കുട്ടികൾ ആരും ഒരിക്കലും മരിക്കാത്തവരാണ്. അപ്പം